അതിന്റെ വ്യവസ്ഥ എഴുതുവാൻ അതിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ തയ്യാറുണ്ടോ? ഈ മുസ്ലിയാരോട് ചോദിക്കുന്നു, നൗഷാദ് മുസ്ലിയാരോട് ചോദിക്കുന്നു, ഇമ്മുസ്ലിയാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരൊറ്റ ഒന്ന് തയ്യാറുണ്ടോ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് ചോദിക്കുന്നു. കേൾക്കാൻ താല്പര്യമുണ്ട്? ഓ, പ്രസംഗിക്കാൻ അറിയൂലേ? ശരി, പക്ഷെ അതൊന്നും നടക്കൂല മുനീർ മദനി. ഞങ്ങൾ പറയട്ടെ നിങ്ങളോട്, അതേ ഖാദിർ സാഹിബും അബ്ദുറഹ്മാൻ സാഹിബും എഴുതിയ കരാർ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ 1 ലക്ഷം കുതിരശക്തിയോടെ ഞങ്ങൾ തയ്യാറാണ് മൗലവി. തയ്യാറാണ്. ഞങ്ങൾ തയ്യാറല്ല എന്നാ ഞങ്ങൾ വിചാരിച്ചതില്ലേ? പക്ഷേ നിങ്ങളെ വിടൂല. ഞങ്ങള് തയ്യാറല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള പണിയാണ്. നടക്കൂല മുനീർ മദനി. ഞങ്ങൾ ഈ വിഷയമെന്നല്ല, ഞങ്ങളും നിങ്ങളും തർക്കത്തിലിരിക്കുന്ന A മുതൽ Z വരെയുള്ള സർവ്വ വിഷയങ്ങളും ആരുടെ മുമ്പിൽ വെച്ചും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തന്നെ റെഡിയാണ്. 10,000 കുതിരശക്തിയോടെയല്ല, 10 ലക്ഷം കുതിരശക്തിയോടെ കൂട്ടി അതിനപ്പുറമാണ് കൂട്ടിക്കോ. ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പറയണം. നിങ്ങൾ CD കാണുന്ന ബേജാറുകൾക്ക് ഉണ്ടെന്നറിയാം. ഇൻഷാ അല്ലാ മട്ടാഞ്ചേരി സംവാദവും പലതും ഞങ്ങള് വിപണിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഇതും ഞങ്ങൾ കൊണ്ടുവരും, തീർച്ചയായും കൊണ്ടുവരും. തർക്കിക്കണ്ട. ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇത്. കേരളത്തിന്റെ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ CD-ക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ജംഇയ്യത്തുൽ ഉലമയുടെ കത്തില്ല എന്ന പേര് പറഞ്ഞ് വാദപ്രതിവാദം മുടക്കിയവരാണ് നിങ്ങൾ. ഈ CD കാണുമ്പോ അൽഹംദുലില്ലാഹ്, ഇവർ ഇത്രയും പറഞ്ഞത് കളവായിരുന്നു. ഇവർ ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണമെന്ന് പറഞ്ഞത് ഇവർക്ക് പിടുത്തമില്ലാഞ്ഞിട്ടാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും. അത് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. അതുകൊണ്ട് ഞങ്ങളെ നയം ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പൊ തന്നെ നമുക്ക് എഴുതാം. പക്ഷേ ഒരു വാക്ക് പറയണം, അത് വേണം, നിർബന്ധമായി പറയണം. തയ്യാറാണ്, റെഡിയാണ്. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയതല്ലേ മൗലവി? കിട്ടിയ അവസരത്തിൽ ഞങ്ങൾക്ക് ഇത്രയും കാലം നമ്മൾ വെറുമ്പടെ ഒരുമിച്ചുകൂടെ മാത്രമല്ലല്ലോ, ഒളിക്കളിൽ 8 വട്ടം വന്ന് പിന്നെ മുങ്ങിയില്ലേ? നിങ്ങളെ സെന്ററിൽ പോലും പിന്നെ നിങ്ങൾ വന്നിട്ടില്ലല്ലോ. നിങ്ങളെ തറവാട്ടിൽ പോലും 1.5 മാസം കഴിഞ്ഞിട്ട് ആ വഴിക്ക് നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങളുടെ തറവാട്ടിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, മുനീർ മദനി, ശരി, നിങ്ങൾ ഇത് ലോകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ചർച്ച തുടങ്ങി. ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾ എവിടെയും പ്രസംഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് ശരിക്കാൻ കഴിയോ? മുനീർ മദനി, ഫൈസൽ മുസ്ലിയാര്, അതുപോലെ ഇവിടുത്തെ ഇവരൊക്കെ പറയുന്ന ഒരു മേറ്ററാണ്. സംവാദം വേണോ, ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ വേണം? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ? പ്രസംഗിച്ച വിഷയം എന്തേ പറയാൻ ഭയം? അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് ഞങ്ങൾ പറയും, ഞങ്ങളുടെ നിലപാട് വ്യക്തം, ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഇത് എഴുതാതെ ഞങ്ങൾ റെഡിയില്ല. ഇത് എഴുതണം, ഇത് എഴുതിയേ പറ്റൂ. നിങ്ങൾ വാക്കുകൊണ്ട് പറയെങ്കിലും വേണം. എന്ത്? ഇല്ല, ഇനി ഞങ്ങള് ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് എന്നൊരാശയം കേരളത്തിൽ പറയൂല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, തൊള്ള തുറന്നു പറഞ്ഞാൽ ഉടനെ അടുത്ത സെക്കൻഡിൽ എവിടെ, എപ്പോൾ, എങ്ങനെ എന്ന വ്യവസ്ഥ കിട്ടും. ജംഇയ്യത്തുൽ കത്ത് പറയും എന്നാ ഞങ്ങൾ പറഞ്ഞത്. അതാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ചാൻസൽ നിങ്ങൾ സംസാരിച്ച ഞാൻ എടുത്തിട്ടില്ല. അത് മോശം. നമ്മൾ ഇതുവരെ കീപ്പ് ചെയ്ത ആ ഒരു മാന്യതക്ക് നിരക്കണല്ല. നിങ്ങൾ സംസാരിച്ച് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. ഓക്കെ. അപ്പോ ഈ വിഷയത്തില് ഞങ്ങൾ ഈ സഹോദരങ്ങൾ എഴുതി കൈമാറിയിട്ടുള്ള രേഖ വെച്ചുകൊണ്ട് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുന്നത് എങ്ങനെ? ഉപാധി വെച്ചുകൊണ്ടാണ് അല്ലേ? ഈ സഹോദരങ്ങൾ വെച്ചത് അങ്ങനെ ആയിരുന്നില്ല. ഈ സഹോദരങ്ങളിൽ എടുത്ത ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ രേഖ വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ചർച്ച ഇവിടെ നടന്നാൽ ഒരു ന്യായമായ തെളിവ് പോലും ഈ വിഷയത്തിൽ ഹാജരാക്കാൻ സാധിക്കില്ല എന്ന് ഒരുപക്ഷെ ഒപ്പമില്ലാത്തുള്ളവർക്ക് അത്ര ബോധ്യമില്ലെങ്കിലും 3 മുസ്ലിയാക്കന്മാർക്ക് അനുഭവത്തിലൂടെ ബോധ്യമുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരം ചങ്ങലയിട്ട് വലിച്ചിട്ടും മുസ്ലിയാക്കന്മാര് വിഷയത്തിലേക്ക് വരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മുങ്ങി എന്ന് പറഞ്ഞല്ലോ മുസ്ലിയാരെ, എവിടെയെങ്കിലും അങ്ങനെ ഖണ്ഡന പ്രസംഗം നിന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ് അപ്പുറത്തുള്ളത്? ഇരുവേറ്റിയിൽ നിങ്ങൾ മുങ്ങിയില്ലേ? കാട്ടിൽ പീടികയിൽ നിങ്ങൾ മുങ്ങിയില്ലേ? ചേലേമ്പ്രയിൽ നിങ്ങൾ, പാറയിൽ നിങ്ങൾ മുങ്ങിയില്ലേ? അതുപോലെ തന്നെ മഞ്ചേരിക്കടുത്ത പട്ടർകുളത്ത് നിങ്ങൾ മുങ്ങിയില്ലേ? അതുപോലെ പല സ്ഥലങ്ങളിൽ മുങ്ങിയില്ലേ? വല്ലപ്പുഴയിൽ പോലും മുങ്ങിയില്ലേ? എവിടെയാ നിങ്ങൾ മുങ്ങാത്തത്? നിങ്ങൾ ചിന്തിക്കണം. ആ നിലയ്ക്ക് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ മനസ്സിലാക്കണം,
വിഷയത്തിലേക്ക് വരാൻ, ചർച്ചയിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അടർക്കളത്തിൽ, യുദ്ധക്കളത്തിൽ ആയുധം നഷ്ടപ്പെട്ട യോദ്ധാവിനെ പോലെ വിഷയത്തിലേക്ക് വരാൻ പരുങ്ങുകയാ നിങ്ങള്, പതറുകയാ നിങ്ങള്. നിങ്ങൾക്കറിയാം, തെളിവില്ല, തെളിവില്ല. മുജാഹിദുകൾ ഖണ്ഡന പ്രസംഗങ്ങളിലൂടെ, അവിടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഈ വിഷയത്തിന് രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പോ, വെല്ലുവിളിക്കുമ്പോ അത്തരം കൃത്യമായ രേഖ കൊണ്ടുവരാൻ സാധ്യമല്ലാതെ നിങ്ങൾ കുഴങ്ങുന്നത് നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ എഴുതിയുണ്ടാക്കിയ രേഖ വെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വരാൻ ഇത്രയും തവണ വെല്ലുവിളിച്ചിട്ട് ഒരു ചർച്ചയിലേക്ക് വരാൻ തയ്യാറാവാത്തത്. മുസ്ലിയാക്കന്മാരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ സമൂഹത്തിൽ ഒരുപക്ഷെ പ്രസംഗിക്കുമ്പോ വിഷയങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും സാധാരണക്കാരനായ ആള് ചിന്തിക്കുന്നത് മുസ്ലിയാക്കന്മാർ പക്കൽ തെളിവുണ്ടെന്നായിരിക്കും. എങ്കിൽ അതില്ല എന്നത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ 17 നടത്തുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, 17 ആണ്ടെന്നും പറഞ്ഞിട്ട് അതിന് രേഖയുണ്ടോ? അതേപോലെ തന്നെ സമസ്തയുടെ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ ചർച്ചക്കുണ്ടോ? ഉണ്ടോ എന്നാണ്. ഇതാ മുസ്ലിയാക്കന്മാരെ, ഞങ്ങളൊന്ന് മുന്നിൽ കൊണ്ടുവരൂ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി വെല്ലുവിളിക്കാറില്ലേ? നിങ്ങൾ വേദി കിട്ടിയ വെല്ലുവിളിക്കാറില്ലേ? ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരുമോ എന്ന്. ഇതാ ഞങ്ങൾ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ആ നിലയ്ക്ക് വ്യവസ്ഥ എഴുതാൻ തയ്യാറുണ്ടോ? ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. മുസ്ലിയാക്കന്മാരെ, ഉളുപ്പും ലജ്ജയും നാണവും നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിന്റെ ചെറിയൊരംശമുണ്ടെങ്കിൽ, ഇത്രയും തവണ വെല്ലുവിളിക്കുമ്പോ ഒന്ന് സ്വീകരിക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണ്ടേ? ആർജവം നിങ്ങൾ കാണിക്കണ്ടേ? ആണത്വം നിങ്ങൾ കാണിക്കണ്ടേ എന്നാണ് വളരെ സ്നേഹത്തോട് ചോദിക്കാനുള്ളത്. തെളിവുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ പ്രമാണം വെച്ചുകൊണ്ട് മാറ്റുരക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിന് സാധ്യமான ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒന്ന് തയ്യാറാകൂ, ഒന്ന് വ്യവസ്ഥ എഴുതാം. എവിടെ ഇരിക്കേണ്ടത്, എവിടെയാ സംവാദം നടത്തേണ്ടത്, എവിടെയാണ് കിശേരിയുമായി ബന്ധപ്പെട്ട ഏത് സ്ഥലത്താണ് നടത്തേണ്ടത്, അതേപോലെ എന്നാണ് നടത്തേണ്ടത്, സമയം എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, ഈ വിഷയത്തിലേക്കൊന്ന് വരാൻ. ഓ മുസ്ലിയാക്കന്മാരെ, വല്ല വെല്ലുവിളിയായി നടക്കുന്ന ഒരു ചുറ്റുന്ന ആളല്ലേ? നിങ്ങളുടെ മുഖാമുഖം ഇരുന്നിട്ടാണ്, നേരെ തൊട്ടിപ്പുറത്ത് ഇരുന്നിട്ടാണ്, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ്, ചൂണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒന്ന് തയ്യാറാകുമോ? കഴിയുമോ? ഞങ്ങൾ പറയുന്നു, ഈ ഇരിക്കുന്ന 3 മുസ്ലിയാക്കന്മാരല്ല, കേരളക്കരയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന മുഴുവൻ മുസ്ലിയാക്കന്മാരെ ഹാജരാക്കിയാലും ഇലാ യൗമിൽ ഖിയാമ കഴിയില്ല കേട്ടോ, നിങ്ങളെ കൊണ്ട് ഇത് ഒരു നിലക്കും സാധ്യമല്ല. ആ ബോധ്യം ഞങ്ങളെക്കാൾ ഏറെ ഈ ഇരിക്കുന്ന 3 മുസ്ലിയാക്കന്മാരുണ്ട്, അവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനായ അബ്ദുറഹ്മാൻ സാഹിബ് ഇവർ ഈ വിഷയത്തിലേക്ക് വരാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൂടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം. ഈ ശബ്ദം ഇനി ഭാവിയിൽ കേൾക്കാനിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർത്തുകയാണ്. മൂപ്പര് മനസ്സിലാക്കിയത് കുറച്ച് ഒച്ചുണ്ടാക്കിയാൽ വിഷയം മാറ്റാൻ കഴിയൂല മൗലവി. അതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളോട് ഇസ്തിയാസയാണ്. ഞാൻ പറയുന്നു, സാക്ഷാൽ ജിന്നിനോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് തീരെ കഴിയില്ല. നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ 10,000 കുതിരശക്തിയോടെ ഏറ്റെടുക്കുന്നു എന്ന് ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞില്ലേ മൗലവി? നിങ്ങളോ, നിങ്ങളുടെ ഉപ്പാപ്പമാര് വന്നാലും, നിങ്ങളുടെ വലിയ മൗലവിമാര് വന്നാലും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നും അല്ല, ഒരു ചുക്കുമല്ല. ഞങ്ങൾ ഊതിയാൽ ഓലിച്ചു പോകുന്ന, അല്ലെങ്കിൽ പാറിപ്പോകുന്ന ആ ഒരു എട്ടുകാരിയുടെ ഫലം മാത്രമാണ് നിങ്ങളെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. മുനീർ മദനി കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ അബ്ദുറഹ്മാൻ സാഹിബും നിങ്ങളുടെ ഖാദർ എന്ന് പറയുന്ന മനുഷ്യനും എഴുതി വെച്ചത് റെഡിയാണ്. പക്ഷേ നമ്മൾ തമ്മിൽ ഒരു ബാധ്യതയുണ്ട്, അത് തീർത്തിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ. എഴുതി വെച്ചോ മുനീർ മദനി, നമ്മൾ തമ്മിൽ ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത മറന്നിട്ട് ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് മുനീർ മദനിയാണ് മുമ്പിലിരിക്കുന്നത്, അല്ലേ? ഈ മുനീർ മദനിയോടാണ് പറയുന്നത്, നിങ്ങളല്ലേ പുളിക്കലിൽ വെച്ച് പറഞ്ഞത് ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണമെന്ന്?
ഈ നാവ് കൊണ്ടല്ലേ പറഞ്ഞത്, ഈ മുഖമല്ലേ അതിനുപയോഗിച്ചത്? പറയൂ മുനീർ മദനി, അത് കളവ് പറഞ്ഞതാണോ? അത് നമ്മൾ തമ്മിലുള്ള ബാധ്യതയാണ്. ചർച്ച നമ്മൾ തമ്മിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചർച്ച നമ്മൾ തമ്മിലായതുകൊണ്ട് തന്നെ ആദ്യം ആ ബാധ്യത ഒന്ന് നിറവേറ്റ്, എന്നിട്ട് ഞങ്ങൾ റെഡി. ഞങ്ങൾ ഇതിനുള്ള ഉപാധിയല്ല, അത് നമ്മൾ തമ്മിലുള്ള ബാധ്യതയാണ്. അത് തീർത്തിട്ട് ഈ ഉപാധിയിലേക്ക് കടക്കൂ. സമയമുണ്ട്, ബേജാറാവണ്ട. ആണ്ട് നേർച്ച അക്ബർ മൗലവി ആഘോഷിച്ച പോലെ മുനീർ മദനിയും അതുപോലെ നബീർ സാലും ഒക്കെ ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്ന കാലം വരും. ഒരു തർക്കവും അതിനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ്, വ്യക്തമായി പറയുകയാണ്, കേരളത്തിന്റെ സാഹചര്യത്തിൽ സ്റ്റേജൊക്കെ ജംഇയ്യത്തുൽ ഉലമന്റെ കത്ത് വേണം എന്ന് പറഞ്ഞ മൗലവിമാരെ ഞങ്ങൾ മുമ്പിലിരുത്തിയിട്ട് ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമന്റെ കത്ത്? ആര് കൊണ്ടുപോയി? എന്തിനാ നിങ്ങളത് പറഞ്ഞിരുന്നത്? എന്തിനു വേണ്ടിയാണ് സംസാരിച്ചിരുന്നത്? ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്ന് ഈ CD കാണുന്ന എല്ലാവർക്കും സത്യമായി മനസ്സിലാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ വിഷയത്തിലും റെഡിയാണ്, ഇവിടെയും റെഡിയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇപ്പോൾ തന്നെ റെഡിയാണോ നിങ്ങൾ? ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വാദപ്രതിവാദം നടത്താൻ നിങ്ങൾ ഇപ്പോൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്, ഇപ്പോൾ തന്നെ റെഡിയാണ്. എന്താണ് ആണ്ട് നേർച്ച എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. എന്താണ് ഇതിന്റെ പ്രമാണമെന്ന് ബുഖാരിയിൽ നിന്നും ഖുർആനിൽ നിന്നും അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഞങ്ങൾ വായിച്ചു തരാ, ഞങ്ങൾ പഠിപ്പിച്ചു തരാ. യാതൊരു തർക്കവും അതിനില്ല. പക്ഷേ മുനീർ മദനി, നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ നമ്മൾ തമ്മിലുള്ള ബാധ്യത ഒന്ന് തീർത്തിട്ട് നമുക്ക് ഇവരുടെ കാര്യത്തിലേക്ക് പോകാം. കൃത്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയേ, പിന്നെ ഇരുവേറ്റിയിലും എളയൂരിലും ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ, നിങ്ങളും കേട്ടതാണല്ലോ. അതുപോലെ തന്നെ കുളിക്കൽ നിങ്ങളുടെ തറവാടല്ലേ? തറവാട്ടായി നിങ്ങൾ പോലും ക്ലാസ് നടത്തുന്ന ആ പ്രദേശത്ത് പോലും വരാൻ നിങ്ങൾക്ക് കഴിയാത്തത് ജിന്ന് വന്നതുകൊണ്ടാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തൗഹീദ് നിങ്ങൾ തന്നെ പൊളിച്ചെടുക്കുന്നു എന്ന് ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പ്രതികരിച്ചോ? പ്രതികരിച്ചില്ല. പ്രതികരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ റെഡി, 10,000 കുതിരശക്തിയോടെ റെഡി. ആണ്ട് നേർച്ച എന്നല്ല, ഞങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും, ഏത് മൗലവിയുടെ സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവി വന്നാലും ഞങ്ങൾ റെഡിയാണ്. മൗലവി റെഡിയാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു ബാധ്യതയുണ്ട്. അതെന്താ? പ്രസംഗിച്ച സ്റ്റേജുകളിലൊക്കെയും നിങ്ങൾ പറഞ്ഞത് ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണം, ഞങ്ങൾ വരാൻ. എവിടെ പോയി നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമ? അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. എന്നാൽ ഇതിലേക്ക് വരാ. അത് അവര് തമ്മിലുള്ള ബാധ്യതയല്ല, നമ്മൾ തമ്മിലുള്ള വിഷയമാണ്. ഇത് ആദർശത്തിന്റെ വിഷയമായതുകൊണ്ട് തന്നെ എന്തായാലും ആരാംബരം മറന്നു പോകരുത് മൗലവി. തീർച്ചയായും ഓരോ സ്ഥലവും കോഴിക്കോട് ജില്ല മുതൽ നിങ്ങൾ എണ്ണണം, ഞങ്ങൾ പറഞ്ഞു തരാം. എവിടെയൊക്കെയാണ് മുങ്ങിയത് എന്ന് ലിസ്റ്റ് വേണമെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു തരാം. അവിടെ നിന്ന് നോക്കിയോ, മടഹൂരടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പുളിക്കൽ വരെ, എന്തിനടക്കം വല്ലപ്പുഴയിൽ എന്താ സംഭവിച്ചത് എന്ന് ഫൈസൽ മൗലവിനോട് ചോദിച്ചാൽ മതി. അവനെ കൂടുതൽ പറയേണ്ട ആവശ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയുന്നു, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. തീർച്ചയാണ് നിങ്ങൾക്കറിയാം ഈ വിഷയത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള ഈ ബാധ്യത പോലും നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉറച്ചുറച്ചു പറയുന്നു, അബ്ദുറഹ്മാൻ സാഹിബും ഖാദർ സാഹിബും എഴുതിയ അതേ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ ചർച്ച ചെയ്ത് നമ്മൾ തമ്മിലാണ്. നമ്മൾ തമ്മിലുള്ള ഒരു ബാധ്യതയുണ്ട്. അത് നിറവേറ്റൂ മൗലവി. അത് നിറവേറ്റിയിട്ട് നമ്മൾ ഇവർ തമ്മിലുള്ള വിഷയത്തിലേക്ക് വരാ. അത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാലമായി നിങ്ങളെ ഒന്ന് സ്റ്റേജുകളിൽ കിട്ടണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഇത് റെഡി. പക്ഷേ ഒരു കാര്യം, നിങ്ങളും നമ്മളും തമ്മിൽ ഒരു ബാധ്യതയുണ്ട്. അത് തീർക്കാം, എന്നിട്ട് ഇതിലേക്ക് അങ്ങ് പോകാ എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അത് കൃത്യമായി പറയാൻ ഞങ്ങളൊരു കാരണമുണ്ട്. നിങ്ങൾ ഒരു സ്റ്റേജിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സങ്കല്പിക്കുക. ഒരു പ്രസംഗത്തിലും മുനീർ മദനിയോ നബീലോ അല്ലെങ്കിൽ ഈ കാണുന്ന അബ്ദുൽ റസൂലവിയോ ഫൈസൽ മുസ്ലിയാരോ, ഈ മുസ്ലിയാരാണോ അല്ലേന്ന് വേറെ കാര്യം, മൗലവിയോ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊരു സ്റ്റേജിലും നിങ്ങൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ചോദിക്കൂല.
ചോദിക്കൂല, നേരെ വിഷയത്തിലേക്ക് ചെല്ലും. പക്ഷേ നിങ്ങൾ സമുദായത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമയുടെ കത്തുണ്ടായാലേ ഞങ്ങൾ തയ്യാറാകൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ മുമ്പിലെത്തിയപ്പോ എവിടെ പോയി നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത്? നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമ പുളിക്കലിൽ ആണ്ടുപോയോ, തകർന്നു പോയോ, തരിപ്പണമായോ, എട്ടുകാലി വല പോലെ ഇല്ലാതെയായി പോയോ? പറയണം മറുപടി. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബാധ്യതയൊന്ന് നിറവേറ്റാൻ നിങ്ങൾ തയ്യാറാവണം. അതിനുശേഷം അടുത്ത സെക്കൻഡിൽ ഇപ്പൊ തന്നെ വാദപ്രതിവാദമാകാ. ഇനി വേറെ ഡേറ്റ് കാണണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ റെഡിയാണ്, റെഡിയായി കഴിഞ്ഞു, തയ്യാറായി കഴിഞ്ഞു, ഈ സെക്കൻഡിൽ തന്നെ തയ്യാറാണ്, യാതൊരു തർക്കവുമില്ല. നമ്മൾ തമ്മിലുള്ള ബാധ്യത നിറവേറ്റിയാൽ ഉടനെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകും. അത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ ചങ്ങലക്കിട്ട് വലിച്ചാൽ പോരുന്നവരല്ല ഞങ്ങള് കാന്തപുരത്തിന്റെ മക്കളാണെന്ന് ഓർക്കണം കേട്ടോ. അതാണ് സത്യം. നിങ്ങൾ ചങ്ങലക്കിട്ട് വലിച്ചാൽ പോരാൻ മാത്രം ഒരിക്കലും ബലഹീനല്ല ഞങ്ങള്. ഊതിയാൽ പാറുന്ന ഫൂ എന്ന് പറഞ്ഞാൽ പാറിപ്പോകുന്ന നേതാവിന്റെ അനുയായികളല്ല. അത് മനസ്സിലാക്കി വെച്ചോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഈ ആദർശം ഞങ്ങൾ എവിടെയും പറയും. ഞങ്ങള് നിങ്ങളെ മുമ്പിൽ എത്തിയിട്ടല്ലേ ചോദിക്കുന്നത്, മുനീർ മദനിയോടല്ലേ ചോദിക്കുന്നത്. പറയൂ, നിങ്ങൾ എവിടെ നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് പോയത്? അത് പറയണം. അത് പറയാതെ നിങ്ങളെ വിടൂല. കാര്യം ഏറെക്കുറെ വ്യക്തമായി വരുന്നുണ്ട്. നമ്മളെ തുടക്കത്തിൽ തന്നെ നൗഷാദ് ഹസനി ഈ സംവാദത്തിന് അബ്ദുറഹ്മാൻ സാഹിബും അബ്ദുൽ ഖാദറും ഉണ്ടാക്കിയ വ്യവസ്ഥ വായിച്ചിട്ട് വന്നതല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് നൗഷാദ് ഹസനിക്ക് വായിക്കാനൊരു അവസരം കിട്ടിയത്. ഒരു നിലക്കും ഇതുമായി അടുക്കരുത് എന്ന് മൂപ്പര് നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ച പ്രകാരമാണ് ഇവിടെ സംസാരം ആരംഭിച്ചത് തന്നെ. ഇതുമായി ചർച്ച നടന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാവിധ അവകാശവാദങ്ങളും പൊളിഞ്ഞു പാളീസാവും. പിന്നെ ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണ് എന്നിങ്ങനെ പറഞ്ഞു നടക്കാന്നല്ലാതെ കൃത്യമായിട്ട് സമുദായത്തിന്റെ മുമ്പിൽ ഈ തെളിവ് ഉദ്ധരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ നൗഷാദ് ഹസനി വളരെ വികലമായി ഈ ഒരു ചർച്ചയെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തും. സാധാരണ ഇത് ആദ്യത്തെ ഒരു സംവാദ ചർച്ചയൊന്നുമല്ല. ഏതൊരു പ്രദേശത്തും ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ രൂപത്തിൽ നേരത്തെ നൗഷാദ് ഹസനി തന്റെ സംസാരത്തിൽ തന്നെ സമ്മതിച്ചതുപോലെ ചില സന്ദർഭങ്ങളിൽ സംഘടന ഏറ്റെടുക്കും. ഔദ്യോഗികമായ രൂപത്തിൽ അത് നടക്കാറുണ്ട്. അതിന് ജംഇയ്യത്തുൽ ഉലമയുടെ കത്തും ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളും നടക്കാറുണ്ട്, അല്ലാതെയും നടന്നിട്ടുണ്ട്. ആ നടന്ന ചർച്ചകളൊക്കെ സംവാദത്തിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ജംഇയ്യത്തിന്റെ കത്തില്ലാതെ വന്നത് എന്ന് ചോദിച്ചിട്ട് സംവാദത്തിന്റെ സുപ്രധാനമായ വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ വിഷയം ഒരു കാരണവശാലും ബഹുമാനായ നമ്മുടെ സഹോദരന്മാർക്ക് തെളിയിക്കുവാൻ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് കാരണം. അതുകൊണ്ട് ഇതൊന്ന് വായിക്കുവാനോ, അബ്ദുറഹ്മാൻ സാഹിബ് ഇത്ര വലിയൊരു കുടുക്കിലാണ് നമ്മളെ മൂല്യന്മാരെ കുടുക്കിയത് എന്നുള്ളത് വലിയൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കുടുക്കിൽ അകപ്പെടും എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നൗഷാദ് ഹസനിയും റഫീഖ് ഹസനിയും ഒന്നും ഇങ്ങോട്ട് വരുമായിരുന്നില്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഏതായിരുന്നാലും ഈ ഒരു വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരാൻ ഇതേവരെ തയ്യാറായിട്ടില്ല. നമ്മൾ അബ്ദുറഹ്മാൻ സാഹിബ് ചിന്തിക്കേണ്ടത് ഇവിടെ ഒരുമിച്ച് കൂടിയത് ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് തരുമോ തരില്ലയോ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ? ഞങ്ങൾ ഞങ്ങളുടെ നയം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി സംഘടനാ രംഗത്ത് ഒരു ചർച്ച നടക്കണമെങ്കിൽ തീർച്ചയായും ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണം. ആ രൂപത്തിൽ തന്നെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ നടക്കും ചെയ്യും. അത് ഞങ്ങൾ ഇനിയും ആവശ്യപ്പെടുകയും ചെയ്യും ഔദ്യോഗികമായി നടക്കുന്ന കാര്യത്തിൽ. എന്നാൽ ഓരോ മനുഷ്യന്മാരോടും സംസാരിക്കുവാൻ ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണം എന്ന് എവിടെയും ഞങ്ങൾ പറയാറില്ല. എന്ന് മാത്രമല്ല, ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ജംഇയ്യത്തുൽ ഉലമയുടെ കത്തുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാറില്ല. ഇവിടെ അബ്ദുൽ ഖാദറും അബ്ദുറഹ്മാനും പരസ്പരം സംസാരിച്ചപ്പോ ഓരോ ചോദിച്ചിട്ടുമില്ല. ചോദിക്കുന്ന സ്ഥലങ്ങളിൽ അത് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചർച്ച മുന്നോട്ട് പോവുകയും ചെയ്യാറുള്ളത്. ഇതൊക്കെ നൗഷാദ് ഹസനിക്ക് അറിയാം, റഫീഖ് ഹസനിക്ക് അറിയാം. പക്ഷേ എന്താ കാര്യം, ഈ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും തന്നെ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഏതുപോലെ വല്ലപ്പുഴയിൽ ഉണ്ടായതുപോലെ ഒരുപാട് നേരം ശ്രമിച്ചു നോക്കി. അവസാനം നൗഷാദ് ഹസനിക്ക് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വന്നു, മൗലൂദ് പൂർണ്ണമായും തെറ്റാണ് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ എന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചു നോക്കി നൗഷാദ് ഹസനി. തൊട്ടുടനെ നമുക്ക് അലവി സഖാഫിയുടെ സംസാരം കേൾക്കേണ്ടി വന്നു.
ഈ മൗലൂദ് പൂർണ്ണമായും ശരിയാണ് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ സ്വീകരിക്കരുതേ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അലവി സക്കാഫി നേർവിപരീതം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊരു ചെറിയ വിഷയം. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം വൈരുദ്ധ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടുത്തെ നൗഷാദ് ഹസനിയും അതേപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഊതിയാൽ പാറുന്ന ആളുകളാണെന്ന അത് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നൗഷാദ് ഹസനിയും അതേപോലെ പുതുതലമുറയിലുള്ള ആളുകളും സംസാരം തുടങ്ങിയപ്പോ സ്വന്തം നാട്ടിൽ പോലും മുജാഹിദ് പ്രസ്ഥാനം വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയും അവിടെ പള്ളിയും അതിന്റെ പ്രവർത്തകരും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഏത് പ്രദേശത്തും പണ്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വളർച്ചയും വികാസവും ഉണ്ടാകുവാൻ ഈ രൂപത്തിലുള്ള ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങൾ ഏറെ ഞങ്ങൾക്ക് സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതായിരുന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ നൗഷാദ് ഹസനി ഈ രംഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങൾ ഇനി നിങ്ങൾ നടത്തരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മൾ തമ്മിലുള്ള ബാധ്യത തീർക്കാനാണോ? അത് ബാധ്യത തീർക്കാനാണെങ്കിൽ വേറെ നമുക്ക് ഇരിക്കാം. അതുമായി നിങ്ങളുമായി ഞങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ബാധ്യതയോ കരാറോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. ഇവിടെ ഉണ്ടാക്കിയ കരാർ അബ്ദുറഹ്മാനും അതേപോലെ തന്നെ അബ്ദുൽ ഖാദറും തമ്മിലാണ്. ഈ അബ്ദുറഹ്മാനും അബ്ദുൽ ഖാദറും ഉണ്ടാക്കിയ കരാറിൽ രണ്ട് വിഷയങ്ങൾ വളരെ സ്പഷ്ടമായി എഴുതി തയ്യാറാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിലേക്കൊന്ന് കടന്നു വരാൻ ഇത്രയും തവണ 1000 കുതിരശക്തിയും കോടി കുതിരശക്തിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും പിന്നെയും ഉപാധി വെക്കാണ്. ഈ ഉപാധി വെച്ചിട്ട് സമയം കളയാനാണോ ഇത്രയും സമയം ഈ അബ്ദുറഹ്മാൻ സാഹിബും അതേപോലെ തന്നെ അബ്ദുൽ ഖാദർ സാഹിബും തമ്മിൽ ഈ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത്? എന്തേ അതിലേക്ക് കടന്നു വരാൻ ഒരു ഭീതി? ഇനി ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ തയ്യാറില്ല എങ്കിൽ വെറുതെ ചർവണം ചെയ്ത് സമയം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയമില്ല. ഞങ്ങൾ ഏതായാലും ഫുൾ വാടകയ്ക്ക് വന്ന ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുള്ള ആളുകളാണ്. പൂർണ്ണമായിട്ട് വാടകയ്ക്കെടുത്ത് കൊണ്ടുവരുന്ന ഒരു വിഭാഗവുമല്ല ഞങ്ങൾ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഫുൾ വാടകയ്ക്ക് വന്നു എന്ന രൂപത്തിൽ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ ചർച്ചകൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാടക മുസ്ലിയാമാരല്ലാത്തത് കൊണ്ട് കുറച്ച് കാര്യമാത്ര പ്രസക്തമായ ചർച്ചയിൽ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അത് പറയുക. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക. എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറയുക. അതിന് തയ്യാറില്ല എങ്കിൽ ഇത് അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അവസാനിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകരുത്. പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇത് നമുക്ക് എന്തായാലും ഒരു തീരുമാനമാക്കിയിട്ടേ പോകാവൂ. അതുകൊണ്ട് നേരം പുലരുവോളം ഇരിക്കണമെങ്കിൽ ഇരിക്കൽ നിർബന്ധമാണ്. പിന്നെ അബ്ദുറഹ്മാൻ സാഹിബും അബ്ദുൽ ഖാദർ സാഹിബും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണിത്. അതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ തമ്മിൽ വാദപ്രതിവാദം നടത്തിയാൽ മതിയല്ലോ. അതിൽ നിങ്ങളും നമ്മളും ഇടപെട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളും നിങ്ങളും ഇടപെട്ടത് കൊണ്ട് അത്തരം വിഷയങ്ങളിൽ നമുക്ക് പലതും നേരത്തെ ഉള്ളത് തീരുമാനമാക്കേണ്ടത് അതും ആക്കേണ്ടി വരും. കാരണം ഇതിൽ സംസാരിക്കാൻ മുനീർ മദനിയെ പോലെ എപ്പോഴും സ്റ്റേജിൽ കയറിയാൽ കുടുങ്ങി എന്ന് കാണുമ്പോൾ അവിടെ ജംഇയ്യത്തുൽ ഉലമന്റെ എഴുത്ത് ഉണ്ടായാലേ ഞങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഇപ്പോ പകരയിലൊക്കെ യാസർ മദനി ജംഇയ്യത്തുൽ ഉലമന്റെ ബ്ലാങ്ക് പേപ്പർ ആയിട്ടാണ് വന്നിരുന്നത്. ഇതാ ഞങ്ങൾ പൊക്കിപ്പിടിക്കുന്നു, ഉയർത്തിപ്പിടിക്കുന്നു, ജംഇയ്യത്തുൽ ഉലമന്റെ ബ്ലാങ്ക് പേപ്പർ ഇതാ ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൽ നിങ്ങൾ എഴുതി തരാൻ സന്നദ്ധരാണോ? അതുപോലെ നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ പേഡിൽ നിങ്ങൾ എഴുതി തരാൻ സന്നദ്ധരാണോ? എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഇതിൽ ഞങ്ങൾ എഴുതി തരുന്നതാണ്, അല്ലാത്ത ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല. പിന്നെ മൗലവി പറയുന്നത് പിന്നെ വ്യക്തികൾ തമ്മിലുള്ള ചർച്ച വികസിച്ചതാണ്. വ്യക്തികൾ തമ്മിലുള്ള ചർച്ച വികസിക്കുമ്പോൾ അതിൽ ജംഇയ്യത്തുൽ ഉലമയുടെ എഴുത്തിന്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എങ്കിൽ നിങ്ങൾ അത് പറയുക. കാരണം ഏതൊരു നാട്ടിലും ഏത് ചർച്ചയും നടക്കുന്നത് വ്യക്തികളിലൂടെയാണ്. വ്യക്തികളിലൂടെ നടക്കുന്ന ചർച്ച അങ്ങനെ അവസാനം സ്റ്റേജ് കെട്ടി അങ്ങനെ പ്രസംഗം വരുന്നു, അതിന് മറുപടി വരുന്നു, അതിലൂടെ വെല്ലുവിളികൾ നടക്കുന്നു, അങ്ങനെ അവസാനം അത് സംവാദങ്ങളിലേക്കും അതുപോലെ വാദപ്രതിവാദങ്ങളിലേക്കുമൊക്കെ എത്തിപ്പെടുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയാണ്. ഏതായിരുന്നാലും വ്യക്തികൾ തമ്മിൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഏതൊരു വിഷയങ്ങളും സംവാദങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. ആ സമയത്ത് പോലും നിങ്ങൾ പറയുന്നത് ജംഇയ്യത്തുൽ ഉലമയുടെ എഴുത്തുണ്ടായാലേ ഞങ്ങൾ വരൂ. ഇപ്പൊ സംഘടിത സക്കാത്തുമായി സംബന്ധിച്ച് തലപ്പാറയിൽ ഒരു ചർച്ച നടന്നു. വ്യക്തികൾ തമ്മിൽ നടന്ന ചർച്ചയാണ്. ആ ചർച്ചയിലൂടെ അവസാനം അവർ നിർബന്ധിതരായി
KNMന്റെ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കാൻ. എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ നേതാക്കളെ കിട്ടില്ലെന്ന് സ്വന്തം അനുയായികൾക്ക് തന്നെ തോന്നിയപ്പോ അവര് പറയുന്നത് ഞങ്ങൾ തന്ന KNMന്റെ എഴുത്ത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരണം, കാരണം അവര് പറയുന്നത് ജംഇയ്യത്തുൽ ഉലമന്റെ എഴുത്തില്ലാതെ പരിപാടി നടക്കൂല എന്നാണ്. അപ്പൊ ഈ ഒരു നിലയിൽ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കുഴപ്പങ്ങളും ഭിന്നതകളും ഉണ്ടാക്കി അത് ചർച്ച ചെയ്ത് തീരുമാനമാക്കാം എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ജംഇയ്യത്തുൽ ഉലമയുടെ എഴുത്ത് വേണം എന്നും പറഞ്ഞ് തടിയൂരുന്ന ഒരു സ്വഭാവം ഇനി മേലാൽ ആവർത്തിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകരുത്. അതുകൊണ്ട് നിർബന്ധമായും അതിന്റെ തീരുമാനം പറഞ്ഞേ പറ്റൂ. വേറെ ഒരു അഡ്ജസ്റ്റും ആ വിഷയത്തിലില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ എഴുത്തില്ലാതെയും ചർച്ചയ്ക്ക് വരും എന്ന് നിങ്ങൾ പറയണം. ഞങ്ങൾക്കത് നിർബന്ധമല്ല, ഞങ്ങളത് വാശി പിടിക്കുകയില്ല എന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾ സന്നദ്ധരാകണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാലൊന്ന് തീരുമാനമാക്കണം. അല്ലാതെ ഈ ചർച്ച മുന്നോട്ട് പോകാൻ ഒരിക്കലും റാഹത്തില്ല എന്ന് ഞങ്ങൾ പറയാൻ ഇതാണ് കാരണം. ഇനി ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് തന്നെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ചർച്ചയ്ക്ക് ഒരുങ്ങാൻ നിങ്ങൾക്കൊരു ചെറിയ വിഷമമുണ്ടാകും. കാരണം ഞങ്ങൾക്കറിയാം നേരത്തെ തുടങ്ങിയത് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിന്നാണ്. അബ്ദുള്ള സുല്ലമിയൊക്കെ താടി നരച്ചു പോയല്ലോ. അന്ന് ശിർക്കാണെന്ന് പറഞ്ഞ കാര്യം ഇന്ന് ശിർക്കല്ലാതായിരിക്കുകയാണ്. അന്ന് ജിന്നും പിശാചുമൊക്കെ അത് ആൺകൊതുക് പെൺകൊതുക് അതുപോലെ തന്നെ പൊടിപടലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് അതൊക്കെയും ഒരു ശിർക്കല്ലാത്ത വിജനമായ പ്രദേശങ്ങളിൽ പോലും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന, ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറ്റുന്ന വലിയ ഒരു സഹായത്തിന്റെ പ്രതീകങ്ങളായി മാറിയിരിക്കുകയാണ് ജിന്നുകളും ശൈത്താനുകളും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ തൗഹീദ് എന്ന് പറയുന്ന മർമ്മപ്രധാനമായ വിഷയങ്ങളിൽ വരെ നിങ്ങൾക്ക് ഇപ്പോഴും സ്ഥിരതയില്ല, നിലനിൽപ്പില്ല. അങ്ങനത്തെ നിങ്ങളുടെ സ്വഭാവം ജംഇയ്യത്തുൽ ഉലമയുടെ കത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ. ഈ നിമിഷം തന്നെ വ്യവസ്ഥക്ക് മാത്രമല്ല ഇപ്പോൾ സംവാദത്തിനും ഞങ്ങൾ തയ്യാറാണ്. എല്ലാ രേഖകളും സമർത്ഥമായി ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. ഇപ്പോൾ സംവാദം വേണമോ? നമ്മൾ സംവാദത്തിന് തന്നെ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ സമയത്ത് നിങ്ങൾ പറയേണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. അത് ഞങ്ങൾക്ക് കേരളം ഒട്ടാകെയും ആവശ്യമുള്ള വിഷയമാണ്. കാരണം എവിടെ ചർച്ച നടക്കുമ്പോഴും കുടുങ്ങി എന്ന് കണ്ടാൽ ജംഇയ്യത്തുൽ ഉലമന്റെ എഴുത്ത് വേണമെന്ന് പറഞ്ഞ് തടിയൂരുന്ന സ്വഭാവം അത് നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്നത് ജംഇയ്യത്തുൽ ഉലമന്റെ എഴുത്ത് പോയിട്ട് ഒരു ചെറിയ രേഖ പോലും ഇല്ലാതെ, ഔദ്യോഗിക ഒരു രേഖ പോലും ഇല്ലാതെയാണ് നേതാക്കൾ, ഏത് നേതാക്കൾ, സ്റ്റേജ് കിട്ടിയ ആ ജംഇയ്യത്തുൽ ഉലമന്റെ എഴുത്തുണ്ടായാലേ നടക്കൂ എന്ന് പറയുന്ന നേതാക്കൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടാലൊരു കാര്യം തീരുമാനിച്ചതിനു ശേഷം, ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷമാണ് ആ സെക്കൻഡിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇപ്പൊ തയ്യാറല്ല എന്നർത്ഥം. ഈ രണ്ട് സഹോദരങ്ങൾ വളരെ സമയമെടുത്ത് ഉറക്കൊഴിച്ച് ആ നിലയ്ക്ക് തയ്യാറാക്കിയ രേഖയാണിത്. അത് വെറുതെ പുല്ലുവല. അപ്പൊ അതിന് വില കൽപ്പിക്കാതെ ഈ ചർച്ച എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കൊളാക്കണം. അതിനാണ് ഈ രണ്ട് മുസ്ലിയാക്കന്മാർ വന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ അബ്ദുറഹ്മാൻ സാഹിബ് കൂടി ഉണ്ടാക്കിയ ഈ ഒരു തീരുമാനം ഇത്തരം വലിയൊരു കെണീസ് ആയിരിക്കും എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായിക്കോണമെന്നില്ല, മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് വരാത്തത്. നൗഷാദ് ഹസനി ആവർത്തിക്കുന്നു, നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാ ചോദിക്കുന്നത്, ദൂരല്ല, വേറെ സെപ്പറേറ്റ് വേദിയല്ല, മുമ്പിലിരുന്നിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ തയ്യാറുണ്ടോ? അതിനുള്ള ഒരു ചങ്കുറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് നിങ്ങൾ വരിക. നമുക്ക് സ്ഥലം എവിടെ തീരുമാനിക്കാം, സമയം തീരുമാനിക്കാം, അതിന്റെ രൂപം തീരുമാനിക്കാം. ഒന്ന് വരുമോ? നിങ്ങൾ എത്ര വട്ടം ചോദിച്ചിട്ടും നിങ്ങൾക്ക് ആവുന്നില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നൗഷാദ് ഹസനി, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ ആദർശത്തിന്റെ കുഴപ്പമാണ്. കാന്തപുരത്തിന്റെ മക്കളാന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് കുഴപ്പവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ നിലക്ക് നിങ്ങൾ ഈ ഇരിക്കുന്ന 3 മുസ്ലിയാക്കന്മാരെന്നല്ല ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് സാധിക്കുമോ? എന്ത് ഇപ്പൊ ഇവിടെ എഴുതിയ പോലെ തന്നെ ഈ റമദാൻ 17-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഒരിക്കലെങ്കിലും മറ്റു ദിവസങ്ങളില്ലാത്തൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആചാരം നടത്തിയത്
തെളിയിക്കാൻ കഴിയില്ല കേട്ടോ, കഴിയില്ല നിങ്ങളെ കൊണ്ട്. അത് ഈ 3 മുസ്ലിയാക്കന്മാരെന്നല്ല, ലോകത്ത് ആ ആദർശം വെച്ച് പുലർത്തുന്ന ഏത് മൊയ്ലിയാരെ വിളിച്ചാലും ശരി, കഴിയില്ല, കഴിയില്ല. ആ ബോധം, ആ ബോധ്യം ഞങ്ങളെക്കാൾ ഉപരി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് വിഷയത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത്. വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്. അട്ടന്റെ മുഖത്ത് ഉപ്പിട്ട പോലെ ആ രംഗത്ത് നിങ്ങൾ പിന്മാറിക്കൊണ്ട് ഉരുകി ഉരുകി തീർന്നു കൊണ്ടിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഈ ശബ്ദം പുറമെ കേൾക്കാനിരിക്കുന്ന ജനങ്ങളുണ്ട്, അവർക്ക് ബോധ്യമാകും നിങ്ങളും ഞങ്ങളും തമ്മിൽ തർക്കത്തിരിക്കുന്ന പല വിഷയങ്ങൾ ഒന്നാണ് ഈ വിഷയം. ഈ വിഷയത്തിൽ നിങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്നാണ് സാധാരണക്കാരായ പല ആളുകൾ ധരിച്ചിരുന്നത്. എങ്കിൽ അതില്ല എന്നവർക്ക് ബോധ്യമാവുകയാണ്, അതില്ല എന്ന് ബോധ്യമാവുകയാണ്. ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കാൻ അതിന് ഡേറ്റ് ഒന്ന് കാണാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ റെഡി, ഞങ്ങൾ റെഡി. നിങ്ങൾ എത്ര കുതിരശക്തി പറഞ്ഞാലും അതിലേറെ ഒന്ന് കൂട്ടുക, +1 കുതിരശക്തിയോടെ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണെന്ന കാര്യം വളരെ കൃത്യമായി തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് സാധ്യമല്ല, പറഞ്ഞില്ലേ, നിങ്ങളുടെ വ്യക്തിപരമായ ആ നിലയ്ക്കുള്ള കുറ്റമല്ല അത്, നിങ്ങളുടെ ആദർശത്തിന്റെ കുഴപ്പമാണ്. കാന്തപുരം വക്കർ മുസ്ലിയാർ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ആശയം നിങ്ങൾ എന്ന് വലിച്ചെറിയുന്നു, അന്നേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. ആ ജാതി ഇബ്ലീസിയൻ സിദ്ധാന്തങ്ങൾ വെടിഞ്ഞുകൊണ്ട് എന്ന് നിങ്ങൾ ഈ ആദർശത്തിലേക്ക്, ഈ പരിശുദ്ധ സുന്നത്തുമാത്തിന്റെ ആശയത്തിലേക്ക് നിങ്ങൾ വരുന്നുവോ, അവിടെ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ബദർ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ 17 നിങ്ങൾ നടത്തുന്ന ബിദ്അത്തായ പരിപാടി ഉണ്ടല്ലോ, ബിദ്അത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയില്ലേ? നാളെ പരലോകത്തെ ഹൗദുൽ കൗസർ തടയപ്പെടുന്ന വളരെ ഗൗരവകരമായ തെറ്റല്ലേ? നരകത്തിൽ പോകാൻ കാരണമാകുന്ന തെറ്റല്ലേ? ആ നിലയ്ക്ക് തൗബ തടയപ്പെടാൻ കാരണമാകുന്ന തെറ്റല്ലേ? എങ്കിൽ ആ തരത്തിലുള്ള ബിദ്അത്ത് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ, നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നന്നായാലും ഇല്ലെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചെയ്യരുത്. ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിറവേറ്റുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. പിന്നെ അബ്ദുൽ സുലമിക്ക് നേർച്ചു എന്നൊക്കെ പറഞ്ഞുകൊള്ള ആദ്യത്തെ പ്രയോഗം, നേർച്ച ആൾക്കാർ അപ്പുറത്തൊക്കെ ഉണ്ട്, അപ്പുറപ്പുറം നോക്കുന്നത് നല്ലതാണ് എന്നത് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഉടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ വിധേയത്ത്. എന്നിട്ടാ പറ്റി ഞങ്ങളെ വിധേയത്ത് പഠിപ്പിക്കുന്നത് എല്ലാം വിധേയത്ത് തന്നെ. ഉറങ്ങുന്നതും കിടക്കുന്നതും ചിരിക്കുന്നതും സർവം വിധേയത്തല്ലാതെ വല്ലതും നിങ്ങൾ ചെയ്യലുണ്ടോ മുനീർ മദനി? എന്നിട്ട് പരലോകത്തെ കുറിച്ച് ഇപ്പൊ ചിന്ത വന്നത്. ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മുജാഹിദാവൂല. അത് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല. അത് ഒറ്റയ്ക്ക് എവിടെങ്കിലും ഗ്രൗണ്ടിലും മൈക്ക് കിട്ടുമ്പോ പറഞ്ഞോളൂ, ഞങ്ങളുടെ മുമ്പിൽ നടക്കില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ബദർ ദിനത്തിൽ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടങ്ങളടക്കമുള്ള ബദരീങ്ങളുടെ ആണ്ട് ഞങ്ങൾ കഴിക്കുന്നുവെങ്കിൽ അതിന് ഞങ്ങൾക്ക് പ്രമാണത്തിന്റെ ആ പിൻബലമുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. യാതൊരു വിധത്തിലും നിങ്ങൾക്കതിന് സംശയം വേണ്ട. ബദരീങ്ങളെ അനുസ്മരണം ഞങ്ങളെ പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ മദ്ഹ് പറയാൻ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മരിച്ചു പോകുമ്പോ അവരെ പേരിൽ അനുസ്മരണം നടത്താൻ, ആണ്ട് നേർച്ച നടത്താൻ, ഭക്ഷണം നടത്താൻ എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതേ, നിങ്ങൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് അവഗണിക്കുന്ന മഹാനായ നേതാവില്ലേ, ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് അതിന് ഞങ്ങളെ പഠിപ്പിച്ചത്. പ്രമാണം വേണോ മദനി? നിങ്ങളെ മുന്നിലിരുത്തിയിട്ടല്ലേ ചോദിക്കുന്നത്. പ്രമാണം വേണമെങ്കിൽ റെഡിയായിക്കോ, ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. വേറൊരു ദിവസം വേണ്ട, ഈ സെക്കൻഡിൽ ഇവിടെ വെച്ച് തന്നെ റെഡി, ഇവിടെ വെച്ച് തന്നെ റെഡി. തർക്കം വേണ്ട. നിങ്ങളെപ്പോലെ ഞങ്ങൾ പഠിക്കാതെ ഒന്നും പറയൂല. അതല്ലേ ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞത്. വെറുതെയാണോ? പിന്നെ പറഞ്ഞു എന്റെ നാട്ടിൽ മുജാഹിദ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നബിതങ്ങളെ നാട്ടിലല്ലടോ അബൂജഹലുള്ളത്? അതുകൊണ്ട് നബിതങ്ങൾക്ക് വല്ല പ്രശ്നവുമുണ്ടോ? ഒന്ന് ചിന്തിച്ചുകൊണ്ടേ മദനി, ഇങ്ങള് പോയത്തം പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ വ്യക്തമായി പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങളുടെ നേതാക്കളും പഠിപ്പിച്ചത് ഞങ്ങൾ തെളിയിക്കും. 10,000 കുതിരശക്തികൾ +1 അല്ലേ കൂട്ടിയത്, കൂട്ടിക്കോ +2. ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, എഴുതി വെച്ചോ. ഞങ്ങൾ വ്യക്തമായി തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് സാധ്യമാണ്.
കൊടുക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് വളരെ കൃത്യമാണ്. നിങ്ങളോ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരാണെന്ന് പറയുന്ന സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഈ മുജാഹിദ് മതത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു മരിച്ചുപോയാൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു, നരകത്തിലെ കിലാബുകളായി മാറുമെന്ന ബോധം നിങ്ങൾക്ക് വേണം. അഹ്ലുൽ ബിദ്അത്തി ഹും കിലാബു അഹ്ലിന്നാർ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ആ ഒരു ബോധത്തിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് വാ എന്ന് ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. ഞങ്ങളെ ബാധ്യത ഞങ്ങൾ നിറവേറ്റുകയാണ്. മുനീർ മദനി, നിങ്ങൾക്കും അറിയാമല്ലോ കാര്യം. അതുകൊണ്ടല്ലേ ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എവിടെ പോയി ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത്? എത്രത്തോളം അറിയോ? ഈ ചർച്ചയിൽ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു. ഈ ചർച്ചയിൽ തന്നെ ഈ ഖാദിറും അബ്ദുറഹ്മാനും അവര് കൂടിയിരുന്നപ്പോ ഈ ഖാദിർ എന്ന് പറഞ്ഞത്, കൂടിയിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണമെന്നാണ്. ഇപ്പൊ നിങ്ങൾ നിഷേധിച്ചില്ലേ? അത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ തയ്യാറാണ്. ആണ്ടുനേർച്ച എന്നല്ല, ഏത് വിഷയമായാലും ഞങ്ങൾ തയ്യാറാണ്. മൗലവി 10,000 കുതിരശക്തിയോടെ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, തയ്യാറാണ്, തയ്യാറാണ്, തയ്യാറാണ്. ഈ സെക്കൻഡിൽ തന്നെ തയ്യാറാണ്. 10,000 കുതിരശക്തിയോടെ പറയുന്നു. അതിൽ തർക്കിക്കണ്ട. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാം. അതങ്ങനെ തന്നെയാണ്. ഞാൻ പറയട്ടെ, എനിക്ക് ശരിക്കും ശ്രദ്ധിച്ചോ, എനിക്ക് മുഹമ്മദ് രാമന്തളി ഒരു 100 രൂപ തരാനുണ്ട് എന്ന് സങ്കല്പിച്ചോ. അങ്ങനെ ആ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ഉദാഹരണം എന്താണെന്ന് മനസ്സിലാവില്ല, കാരണം യാതൊരു ബോധമില്ലാത്ത ടീമാ. മുഹമ്മദ് രാമന്തളി ഒരു 100 രൂപ എനിക്ക് തരാനുണ്ട്. ചിന്തിച്ചോ? അങ്ങനെ ഈ വിഷയത്തിൽ മധ്യസ്ഥം പറയാൻ വന്ന റഫീഖ് ഹസനിയാണ്. പക്ഷെ റഫീഖ് ഹസനി എനിക്ക് 1000 രൂപ തരാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം റഫീഖ് ഹസനിയോട് പറയും, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് 1000 ഇങ്ങോട്ടെടുക്ക്, നമ്മൾ തമ്മിലുള്ള ബാധ്യത പൂർത്തിയാക്കിയിട്ട് മതി ഞങ്ങൾ തമ്മിലുള്ള കണക്ക് പറയാൻ. ഇത് സാധാരണയാണ്. ഇവിടെ കണക്ക് പറയാൻ നിങ്ങൾ വന്നപ്പോ ഞങ്ങളെ മുമ്പിലാണ് നിങ്ങൾ എത്തിപ്പെട്ടത് കേട്ടോ മൗലവി. ഞങ്ങളെ മുമ്പിൽ മുഖാമുഖമായി എത്തിപ്പെട്ടത്. എത്ര സ്റ്റേജിലാണ് ജംഇയ്യത്തുൽ ഉലമയുടെ കത്തില്ലാതെ ഞങ്ങൾ കൂടില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തേ കൂടിയത്? നിങ്ങളെ വാക്കിന് കീറിയ ചാക്കിന്റെ വില പോലുമില്ലേ? ഞങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഈ കേൾക്കുന്നത്? എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയാനുള്ള പ്രസ്ഥാനമാണോ നിങ്ങളെ പ്രസ്ഥാനം? എങ്കിലത് തുറന്നു പറ. ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്. ഞങ്ങൾ ഈ ചർച്ചയിൽ വരെ പറഞ്ഞു. അതാ ഞങ്ങൾ പറയുന്നത്. ഈ അബ്ദുൽ ഖാദർ ഈ നമ്മുടെ സുഹൃത്ത് അബ്ദുറഹ്മാനോട് പറഞ്ഞതാ, ഞങ്ങൾ ചർച്ച വേണമെങ്കിൽ ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണം. ഈ ചർച്ചയിൽ വരെ പറഞ്ഞതാ.